രണ്ടു കാർഡുകൾ ഇറക്കിയാണ് BJP കാലാകാലങ്ങളായി തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഒന്ന് വികസനം, മറ്റേത് വർഗീയത. സിറ്റുവേഷൻ അനുസരിച്ച് കാർഡുകൾ ഇറക്കുന്നതാണ് സ്ട്രാറ്റജി. ഇക്കുറി ആദ്യം വികസന കാർഡാണ് ഇറക്കിയത്. തുടക്കത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങളായിരുന്നു BJPയുടെ മുഖ്യ പ്രമേയം. സെറ്റ് ആവുന്നില്ലെന്ന് കണ്ടപ്പോൾ വർഗീയത വിളമ്പി തുടങ്ങി. അനുകൂലമായോ പ്രതികൂലമായോ തരംഗങ്ങളില്ലാത്ത തിരഞ്ഞെടുപ്പിൽ തങ്ങളുടെ അടിസ്ഥാന വോട്ട് ബാങ്കിനെ ഊർജപ്പെടുത്താനുള്ള വൈകാരിക ആയുധമെന്ന നിലയിലാണ് മോദി ഈ ഹിന്ദു മുസ്ലിം വിഷയങ്ങൾ ഉയർത്തുന്നത്. ഇത്തരം വിഷയങ്ങൾ ഇല്ലെങ്കിൽ ഹൈന്ദവ വോട്ടുകളെ ഏകോപിപ്പിക്കാൻ BJPക്ക് എളുപ്പമല്ല. വോട്ടെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിന്റെ രണ്ടാം പാദം മുതൽ അതിതീവ്ര മുദ്രാവാക്യങ്ങളുടെയും വിദ്വേഷ പ്രസംഗങ്ങളുടെയും വേദികളായി മാറിയ തിരഞ്ഞെടുപ്പ് രംഗം നാലാം ഘട്ടത്തിലെത്തുമ്പോൾ തുറന്ന വർഗീയതയുടെ ആയുധ പ്രയോഗമാണ്. കോൺഗ്രസ് ജയിച്ചാൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അംഗങ്ങളെ മതത്തിന്റെ പേരിൽ നിശ്ചയിക്കുമെന്ന പ്രധാനമന്ത്രിയുടെ പരാമർശവും രാമക്ഷേത്രത്തിന് ബാബരി പൂട്ട് വീഴുമെന്നുള്ള ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പരാമർശവും ഈ നിലയിൽ ഒടുവിലത്തേതാണ്. സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ താഴെ തട്ടിലേക്ക് എത്തിക്കണമെന്ന് മോദി നേതാക്കളോടും മന്ത്രിമാരോടും നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഒന്നാം ഘട്ടത്തിന്റെ രണ്ടാം പാദത്തിലെത്തിയപ്പോൾ അതേ പ്രധാനമന്ത്രി വികസന മുദ്രാവാക്യം ഉപേക്ഷിച്ചു. ഹിന്ദു മുസ്ലിം ചേരുവ കലർത്തി പ്രചാരണത്തിന്റെ ദിശ തിരിച്ചു. BJP കരുതിയതുപോലുള്ള ഒരു തരംഗം ഒന്നാം ഘട്ടത്തിൽ ഉണ്ടായില്ലെന്നതും പോളിംഗ് കുറഞ്ഞതുമാണ് രണ്ടാം ഘട്ടത്തിൽ മുദ്രാവാക്യം മാറ്റാൻ കാരണമെന്നാണ് സൂചന. രണ്ടാം ഘട്ടത്തിലും പോളിംഗ് കുറഞ്ഞു. ഇത് ഹിന്ദി ഹൃദയഭൂമിയിലെ സ്വന്തം തട്ടകങ്ങളെ ബാധിച്ചാൽ കണക്ക് കൂട്ടൽ തെറ്റുമെന്ന തിരിച്ചറിവ് BJPക്കുണ്ടായി. 2014-ലും 2019-ലും 2, 3, 4 ഘട്ടങ്ങളാണ് BJPക്ക് വൻതോതിൽ സീറ്റുകൾ നൽകിയത്. BJPയുടെ ഹിന്ദുത്വ പരീക്ഷണശാലകളായ ഈ മണ്ഡലങ്ങളെ ഉറപ്പിച്ചു നിർത്താനാണ് മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളുമായി മോദിയും കൂട്ടരും കളം പിടിച്ചത്. ഏപ്രിൽ 21-ന് മോദി തന്നെയാണ് വർഗീയ വിഷം തുപ്പിത്തുടങ്ങിയത്. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ പാവപ്പെട്ട ആദിവാസികളുടെ സ്വത്ത് പിടിച്ചെടുത്ത് മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യുമെന്ന തുറന്ന പ്രസ്താവന നടത്തിയായിരുന്നു രാജസ്ഥാനിലെ ആദിവാസി മേഖലകളിൽ മോദി തുടങ്ങിയത്. കൂടുതൽ കുട്ടികളുള്ളവർ, നുഴഞ്ഞുകയറ്റക്കാർ തുടങ്ങിയ പരാമർശങ്ങളായിരുന്നു പ്രസംഗത്തിൽ. ഹിന്ദു വിഭാഗങ്ങളെ വൈകാരികമായി ഉണർത്താൻ താലിമാല പോലും പിടിച്ചടക്കുമെന്ന പ്രയോഗവും ആസൂത്രിതമായിരുന്നു. തുടർന്ന് അടുത്ത ദിവസം ആഗ്രയിൽ നടത്തിയ പ്രസംഗത്തിൽ മുസ്ലിം എന്ന പരാമർശം ഒഴിവാക്കിയെങ്കിലും പ്രധാനമന്ത്രി പരാമർശങ്ങൾ ആവർത്തിച്ചു. മോദിയുടെ വാക്കുകളുടെ ചുവട് പിടിച്ച് മുതിർന്ന കേന്ദ്രമന്ത്രിമാരും നേതാക്കളും വിവിധ വേദികളിൽ ഇതേ പരാമർശങ്ങൾ ഉയർത്തി. അടുത്തിടെ BJPയിൽ ചേർന്ന മഹാരാഷ്ട്രയിലെ സിറ്റിംഗ് MP നവനീത് റാണയിലേക്ക് എത്തി നിൽക്കുകയാണ് ഈ വിവാദ പരമ്പര. പ്രധാനമന്ത്രിയുടെ വിവാദ പരാമർശങ്ങൾക്കെതിരെ പ്രതിപക്ഷം പരാതി നൽകിയെങ്കിലും ദിവസങ്ങൾക്ക് ശേഷം BJP അധ്യക്ഷന് നോട്ടീസ് അയച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കാത്തിരിക്കുകയാണ്. മറുപടി നൽകാനുള്ള സമയം നീട്ടിയെടുത്ത് BJPയും. സുപ്രീം കോടതിയിൽ കൊടുത്ത ഹർജിയിലാണ് ജനാധിപത്യ വിശ്വാസികളുടെ പ്രതീക്ഷ.